പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാത്രി എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയിലൂടെ ദൈവജനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവമായ കർത്താവ് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ സന്ധ്യയിലും ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനെയും മറ്റ് എല്ലാ കേൾവിക്കാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഈ രാത്രി ചില നിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവെഴുത്ത് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവജനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും സീലാസും കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കയ്യും കാലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ അവർ ആയിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവമായ കർത്താവ് തൻ്റെ ദാസന്മാരെ കരങ്ങളിൽ എടുത്തുപയോഗിച്ചു. എന്നാൽ ബന്ധിക്കപ്പെടാത്ത തങ്ങളുടെ അവയവമാകുന്ന നാവെടുത്ത് ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു ആരാധിച്ചു. അപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നു, എല്ലാവരുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വായിക്കുന്നു, നാം പഠിക്കുന്നു. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു ആരാധിച്ചെന്നാണ് വായിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പാടുകയും സ്തുതിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തന് വേണ്ടി ദൈവം തുറക്കുന്ന വഴികളും വാതിലുകളും ദൈവം ചെയ്യുന്ന പ്രവൃത്തിയും അത്ഭുതകരമാണ്. വെളിച്ചപ്പാടത്തിയായിരിക്കുന്ന ഒരു സ്ത്രീ അപ്പോസ്തലനായ പൗലോസിൻ്റെയും സീലാസിൻ്റെയും പിന്നിൽ നിന്നുകൊണ്ട് ഇതാ ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ ചെല്ലുമ്പോൾ ആ സ്ത്രീയിൽ വ്യാപരിച്ചിരുന്ന ശക്തി ഏതെന്ന് മനസ്സിലാക്കിയ പൗലോസ് തിരിഞ്ഞ് മുഷിഞ്ഞ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. ആ ഭൂതം അവളെ വിട്ട് പോയി. അപ്പോൾ അന്നുവരെയും അവളിൽ ഉണ്ടായിരുന്ന ആ ദുർശക്തി അവളെ വിട്ട് മാറുവാൻ ഇടയായി തീർന്നു. മഹതി എന്ന് പറയുന്ന ആ വലിയ ശക്തി ഈ സ്ത്രീയിൽ നിലനിന്നിരുന്നതിനാൽ അനേക യജമാനന്മാർക്ക് ഇവൾ ലാഭമുണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇവൾ പറയുന്നതായിരിക്കുന്ന വെളിപ്പാടോ ഇവൾ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഒത്തുവരികയും അത് നിമിത്തം കിട്ടുന്ന ലാഭവും നന്മയും വാങ്ങി അനുഭവിച്ച് വന്നിരുന്ന ഒരു കൂട്ടം ജീവിതങ്ങളുണ്ടായിരുന്നു. എന്നാൽ പൗലൂസ് തിരിഞ്ഞ് മുഷിഞ്ഞ് അവളുടെ ഉള്ള ഭൂതത്തെ ശാസിച്ചപ്പോൾ ആ ഭൂതം അവളെ വിട്ടുപോയി. അവൾ സ്വേച്ഛം മനുഷ്യപ്പോൾ സുബോധമുള്ളവളായി. അന്നുവരെ യജമാന്മാർക്ക് ലാഭമുണ്ടാക്കിയിരുന്ന ലാഭം പോയി എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ അടച്ച് ആമത്തിലിട്ട് പൂട്ടി അവരെ ബന്ദിയാക്കി. എന്നാൽ ഈ ലോകത്തിൻ്റെ ശക്തിക്ക് ബന്ധിക്കാൻ കഴിയാത്ത അവയവമാകുന്ന നാവ് ദൈവസന്ധി ചലിപ്പിച്ചുകൊണ്ട് അവർ പാടി ആരാധിച്ചു, പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. അപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി എന്നിവിടെ വായിക്കപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമുക്കായി ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപോട്ടുള്ള ആഗമനങ്ങളെ തടഞ്ഞുകൊണ്ടും നമ്മുടെ നന്മകളെ മുടക്കിക്കൊണ്ടും നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞുകൊണ്ട് ശത്രുവാം സാത്താൻ നമ്മെ വിവിധ നിലകളിൽ ബന്ധിച്ച് ആക്കിയിരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ സ്ഥാനങ്ങളെ അവൻ്റെ അടിസ്ഥാനം വിട്ട് കെട്ടിപ്പൊക്കി അതിൽ നമ്മളെ ഒതുക്കുവാൻ അവൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആരാധനയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്യന്തമായ ശക്തി ഇറങ്ങി വരുവാനും അത് നിമിത്തം ഹല്ലേലൂയ സാത്താന്യമായിരിക്കുന്ന അടിസ്ഥാനങ്ങളെ പൊളിക്കുവാനും നമ്മുടെ ദൈവം ശക്തിയുള്ളവനാകുന്നു എന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ആകയാൽ പൗലോസും സീലാസും അർദ്ധരാത്രി ആരാധിച്ചു. അതിനാൽ
കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ഈ നാളുകളിൽ പിശാചിട്ടിരുന്ന ചില അടിസ്ഥാനങ്ങളെ പൊളിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും ആവശ്യമാകുന്നുവെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഇവരുടെ ആരാധനയെ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും മാത്രമല്ല, അനേക തടവുകാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ലോകത്തിൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗം ആമേൻ ബന്ധിക്കപ്പെട്ടവരായി ലോകത്തിൽ കഴിയുന്നു എന്നൊരു സത്യം കൂടി നമ്മെ വിളിച്ചു പറയുകയാണ്. ദൈവവുമായിട്ട് ബന്ധമില്ലാതെ, ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ, ദൈവസഭയ്ക്കകത്ത് വരാൻ കഴിയാതെ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിട്ട് ദൈവിക കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയാതെ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും മോഹങ്ങളിലും മുഴുകി ജീവിക്കുന്ന ഒരു പറ്റം പിശാചിൻ്റെ ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ ആരാധിക്കുന്നവനെയും പ്രാർത്ഥിക്കുന്നവനെയും ദൈവത്തെ സ്തുതിക്കുന്നവനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം മാതൃകാപരമാണെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആനന്ദകരമാണെങ്കിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് വരുത്താൻ തക്കതായിരിക്കുന്ന നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മളതായിരിക്കുന്ന എല്ലാ നിലപാടുകളിലും മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വിധത്തിലാകുന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ വിടുതൽ ബന്ധിക്കപ്പെട്ട് ലോകത്തിൽ ദൈവമില്ലാതെ കിടക്കുന്നവരുടെയും വിടുതലാകുന്നുവെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു. പൗലോസിൻ്റെ ശീലാസിൻ്റെ ആരാധന തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹ അടിസ്ഥാനം കുലുങ്ങുക മാത്രമല്ല, വാതിലുകളൊക്കെയും തുറന്നുപോയി. എത്ര പേര് ഏതെല്ലാം കാരാഗ്രഹം അവിടെ ഉണ്ടോ, എത്ര റൂമുകളുണ്ടോ കാരാഗ്രഹത്തിന്, ആ കാരാഗ്രഹത്തിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു. പൗലോസും ശീലാസും കടന്നു ചെല്ലുന്നതിന് മുമ്പ് മുതലേ അവിടെ കിടന്നിരുന്ന സകല ബന്ദികളുടെയും ബന്ധിക്കപ്പെട്ടിരുന്ന കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഹല്ലേലൂയ! പ്രാർത്ഥിക്കുന്നവൻ്റെയും ആരാധിക്കുന്നവൻ്റെയും പ്രാർത്ഥനയും ആരാധനയും നിമിത്തം ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകരുടെ വിടുതൽ, ആശ്വാസം അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകും. അത് ഈ കാലങ്ങളിൽ നമ്മിലൂടെ വെളിപ്പെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ! അങ്ങനെ പൗലോസിൻ്റെ ശീലാസിൻ്റെ ആരാധന നിമിത്തം എല്ലാ തടവുകാരും വിടുവിക്കപ്പെട്ടു. മാത്രമല്ല, അവരുടെ കൈകളിലെ ബന്ധനങ്ങൾ അറുത്തു മാറ്റുന്ന പോലെ അഴിഞ്ഞു മാറി. ഹല്ലേലൂയ! ആകയാൽ എല്ലാ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ആ ദൈവത്തിൻ്റെ കൃപ, ആ ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സ്നേഹം ഹല്ലേലൂയ ഈ നാളുകളിലും നമ്മെ നടത്തുവാൻ ദൈവശക്തി. നമ്മുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും നമ്മുടെ പ്രാർത്ഥനയും അനേക ജീവിതങ്ങൾക്ക് വിടുതലായി മാറും. അവർക്ക് വിടുതലിന് കാരണമായി മാറും. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. മാത്രമല്ല, ചില വാതിലുകൾ അവർക്കായി തുറക്കപ്പെടും. നമുക്ക് മുമ്പിൽ അടയപ്പെട്ടിരിക്കുന്ന ലോക മനുഷ്യരാൽ ബന്ധിക്കപ്പെട്ടും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ നമ്മുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ട ചില വാതിലുകൾ, ചില നന്മയുടെ വാതിലുകൾ, ചില അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, ഹല്ലേലൂയ, മാത്രമല്ല ചില വിടുതലിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, പ്രാർത്ഥിച്ച് ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാടി ആരാധിച്ചപ്പോൾ ബന്ധനങ്ങൾ അറുത്തു മാറ്റപ്പെട്ടു. അതുമാത്രമല്ല, അവരുടെ ആരാധന ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകൾ തുറന്നു, ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു എന്ന് വായിക്കുന്നു. ഈ ബന്ധനങ്ങളെല്ലാം അറുത്തു മാറുക മാത്രമല്ല, അവരെ അധികാരത്തോടെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലേക്ക് പിടിച്ചു കയറ്റിയ കാരാഗ്രഹ പ്രമാണി നോക്കിയപ്പോൾ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ ബന്ധിച്ചിട്ട് സകല ബന്ദികളെയും അവിടെ കാണാനില്ല, ആരെയും കാണാനില്ലെന്ന് വന്നപ്പോൾ സ്വയമായിട്ട് തൻ്റെ വാളെടുത്ത് തന്നെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എന്നാൽ അതുവരെയും അവരെ വിവിധ നിലകളിൽ ആക്രോശിച്ച് അവരെ ആധികാരികമായി അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത ഈ കാരാഗ്രഹം ഇപ്പം യജമാനന്മാരെന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷപ്രാപിപ്പാൻ? ഉടൻ തന്നെ രക്ഷയ്ക്കുള്ള മാർഗം അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ രക്ഷയ്ക്കായി ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ മാത്രമല്ല നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ, പൊളിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കൾ ഹല്ലേലൂയ അപ്പനും അമ്മയും മക്കളും തമ്മിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടണമോ? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആമേൻ. കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രധാനിയായിരിക്കുന്നവൻ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും ആമേൻ രക്ഷിക്കപ്പെടും.
കർത്താവ് യേശു എന്നാൽ നിൻ്റെ കുടുംബം രക്ഷിക്കപ്പെടും. ഈ ഒരൊറ്റ ദൂത് ഏറ്റെടുത്തുകൊണ്ട് അന്ന് രാത്രിയിൽ ഹല്ലേലൂയ കാരാഗ്രഹ പ്രമാണി കർത്താവ് യേശുവിനെ തൻ്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതിനാൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വീടടക്കം ആനന്ദം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. രാത്രി തന്നെ അവർ കർത്താവ് യേശുവിൻ്റെ നാമം വിളിച്ച് സ്നാനമേറ്റ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ജലസ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പ്രവർത്തനം നിമിത്തം ഒറ്റ രാത്രി കൊണ്ട് ഉടലെടുത്ത സഭയത്രേ ഫിലിപ്പിയിലെ സഭ. ആകയാൽ ഫിലിപ്പിയിലെ സഭ ഒരു രാത്രി കൊണ്ട് ആമേൻ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് കാരാഗ്രഹത്തിൽ ഉള്ളറയിൽ ദൈവത്തിന് വേണ്ടി നിന്ന തൻ്റെ ഭക്തന്മാരുടെ ആരാധനയുടെ ഫലമാണ് ആമേൻ ഫിലിപ്പിയ സഭയെങ്കിൽ ഈ കാലത്തിലും കർത്താവിന് വേണ്ടി സഭകളെ പണിയുവാൻ, കർത്താവിൻ്റെ ആത്മാക്കളെ നേടുവാൻ, ഹല്ലേലൂയ ശക്തിയോടെ കർത്താവിൻ്റെ നാമത്തിന് നിൽക്കാൻ പ്രാപ്തരായിരിക്കുന്ന ജീവിതങ്ങളായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം, മുന്നേറാം. ആരാധിക്കുന്നവരായി, സ്തുതിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. ആകെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആ രാത്രി ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച പൗലോസിൻ്റെ വാക്ക് കേട്ട കാരാഗ്രഹ പ്രമാണി വീടടക്കം ആനന്ദം അനുഭവിച്ചു. ആ രാത്രി തന്നെ സ്നാനമേറ്റ് ദൈവസഭയുടെ അംഗമായി മാറി. ഈ നാളിൽ നമുക്കും നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ആ കർത്താവിന് വേണ്ടി ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും യേശു ക്രിസ്തുവിൻ്റെ നാമം ശക്തമായി ഉയർത്തുവാൻ, അധികാരത്തോടെ യേശു ക്രിസ്തു നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൽ നമ്മെ ഓരോരുത്തരും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം, അതിനെ നമുക്ക് പ്രവർത്തിക്കാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.